ഈ തേജോവധ എനിക്കിപ്പോൾ ഈ ഇലക്ഷന് കൊട്ടാരക്കര മണ്ഡലത്തിലെ ഏറ്റവും വലിയ വൈശിഷ്ട്യമായിട്ട് ഞാൻ കാണുന്നത് സൈബർ ആക്രമണം. സോഷ്യൽ മീഡിയയിൽ ഐഷ പോറ്റി എന്ന സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ചാണ് ഇവിടുത്തെ ഇലക്ഷൻ വർക്ക് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവസവും ഇന്നലത്തെ വന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കുക, എൻ്റെ അരികും മൂലയും കട്ട് ചെയ്യുക, അതിന് കുറേ മോശം. ഞാനൊരു അമ്മൂമ്മയും ഒരമ്മയും ഒക്കെയാണ്. എനിക്ക് കൊച്ചുമക്കളുണ്ട്. എനിക്ക് ഇവിടുത്തെ കുട്ടികളെ ചെറുപ്പക്കാരെയൊക്കെ എൻ്റെ മക്കളെ പോലെയാണ് തോന്നാറ്. കൊച്ചു കുട്ടികളെ കണ്ട എൻ്റെ കൊച്ചുമക്കളെ പോലെയാണ് തോന്നാറ്. പ്രായമായവർ എനിക്ക് എൻ്റെ ആരോ ആണെന്ന എൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മാവനോ അങ്ങനെയൊക്കെ ഉള്ളവരെ പോലെയാണ് തോന്നാറ്. എനിക്ക് ആ ഒരു ഫീലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി എന്നെ അമ്മ എന്നോ അമ്മൂമ്മ തള്ളയെന്നോ നടുവൊടിഞ്ഞ തള്ളച്ചിന്നോ പിന്നെ കേൾക്കാൻ കൊള്ളാത്ത ഒത്തിരി, അതൊന്നും നിങ്ങളുടെ മുമ്പിൽ പറയാൻ വയ്യ. എനിക്കെതിരെ ഇട്ട കമൻറ്റ് അത് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നേരിട്ടില്ല, എൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടാണ് ഞാനിടുന്ന പോസ്റ്റുകളുടെ, എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെയൊക്കെ താഴെ വന്നിട്ട് വളരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ഉള്ള കമൻസ്, അത് ഈ കൊട്ടാരക്കര മണ്ഡലത്തിലുള്ള ആൾ ഉൾപ്പെടെയുണ്ട്. അതിനെല്ലാം ഞാൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യമുണ്ട്, മന്ത്രി കഴിഞ്ഞൊരു ദിവസം ഒരു കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അപ്പം തന്നെ അതിനൊരു നടപടി വന്നു. മറ്റേ മറുഭാഗത്തു നിന്ന് ഒരെണ്ണം വന്നാൽ അവരെ അടിച്ചമർത്തി അവിടെ ഇരിക്കും. അതാണ് അസ്വാതന്ത്ര്യം. ഭരണത്തിൻ്റെ സ്വാധീനം എല്ലാ മേഖലകളിലും ഉപയോഗപ്പെടുത്തുക.